എന്ത് സുന്ദരമായ കാഴ്ചകൾ. ദേ കിടക്കുന്നതിൻ്റെ ട്രേഡിങ് ഹാള്, ദേ കിടക്കുന്നതിൻ്റെ ബ്രീഡിങ് ഹാള്, ദേ കിടക്കുന്നതിൻ്റെ ഫുഡ് ഫാം. ആൻഡ് അവിടെ എൻ്റെ വില്ലേജും ഉണ്ട്. ഓ സീൻ തന്നെ ഇത്. വീറ്റ് 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 എൻ്റെ ടൂൾസിനൊന്നും എൻജോയ്മെൻ്റ് ഇല്ല. ഇതെന്തോന്നും എൻജോയ്മെൻറ്റ് കൊള്ളത്തില്ല. ഇന്നെനിക്ക് ഒരു എന്താ പറയേ, ഇന്നെനിക്ക് ഉണ്ടാക്കണം, മറന്നുപോയല്ലോ പുല്ല്. ഇന്നെനിക്ക് ഉണ്ടാക്കണം വില്ലേജർമാർ ബുക്ക് ട്രേഡ് ചെയ്യുന്ന ആളാ. അത് തന്നെ മറന്നുപോയി അവൻ്റെ പേര്. അതാ ഇങ്ങനെ പറഞ്ഞ് അപ്പം അവൻ ഉണ്ടാക്കിയേ പറ്റൂ, അല്ലെങ്കിൽ ഈ പൊട്ടറ്റോ റോഡിയോ കറങ്ങി നടക്കേണ്ടി വരും. ഹലോ, ഞാൻ MC, എന്നറിയാമോ? കഴിഞ്ഞ എപ്പിസോഡിന് ശേഷം ഞാൻ ഇവിടെ ഫുൾ AFK ഞാൻ കാണിച്ചിരിപ്പോൾ AFAMൻ്റെ എത്ര സ്റ്റാക്കുകളുണ്ടെന്ന് എണ്ണമില്ല. അണ്ടാ ഇത് ഹാർഡ് ഫർ ലാഫാം. അതിപ്പോൾ വർക്കിംഗ് ആണ്. ഈ 2 കോൾഡറും കൂടെ നിറഞ്ഞാൽ ചോദിക്കും മറ്റേ എന്താ പറയുന്നത്, ഇതിൽ നിന്ന് മറ്റേ ലാഭ എന്താ വീഴാത്തതെന്ന്. കൈസ് സത്യം പറഞ്ഞാൽ ഇതിൽ ആനിമേഷൻ എല്ലാം ഓഫാണ്. ഇത് കിട്ടിയപ്പോൾ തന്നെ ഓഫാണ്. കാര്യം FPS ഒക്കെ സ്മൂത്ത് ആവാൻ വേണ്ടി. അപ്പം അവരെന്നെ ഇതാണ്, എൻ്റെ ഒരു തെറ്റുമില്ല. അപ്പം ഇപ്പം ഈ ലാഭ നമുക്കില്ലേ ഈ ചെസ്റ്റിൻ്റെ അകത്തോട്ടാക്കി ഒരു ബക്കറ്റ്. ഇപ്പോൾ 1 2 3 4 5 6 7 8 9 ഉണ്ട്. ഒരെണ്ണം കൂടെ നമുക്ക് നെതർപ്പൂട്ട് ഉണ്ടാക്കാനുള്ളാവും. അപ്പോൾ നമുക്ക് പണി തുടങ്ങണം ഇന്ന് തന്നെ. നമ്മൾ ഒരു സെക്കൻഡ് പോലും വൈപ്പിക്കാൻ പാടില്ല. സോ ഫസ്റ്റ് തന്നെ എൻ്റെ ഇൻവെർട്ടറിൽ ആവശ്യമുള്ള സാധനങ്ങൾ വെച്ചിട്ട് ബാക്കിയെല്ലാം ഇറങ്ങി നടക്കുക. ഇതിലുള്ള തിരി സ്ഥലം എനിക്കറിയാം, ചുമ്മാ ഇരിക്കട്ടെ. ഞാൻ പോയി ഇനി അവിടെ നിന്ന് എല്ലാം അയൺ എടുത്തുകൊണ്ട് വന്ന് നമുക്ക് വിൽക്കാം. ഊയ് മണ്ണകത്തുനിന്ന് ഓക്കെ താഴെ പൊക്കോ മോനെ. അപ്പം ഈ പൂവ് ചേന്ത് ചെയ്യാൻ പോകുന്നല്ലേ, ഞാൻ അവിടെ തൽക്കാലമായിട്ടൊരു ഫാം ഉണ്ടാക്കിയാൽ ലൈക്ക് പൂവൊക്കെ സ്മെൽറ്റ് സംഭവം. ഇതിൻ്റെ അത് നമ്മൾ മണ്ടക്ക് ഇത് വെക്കുവാണെങ്കിൽ നമുക്ക് ബോൺവിലേക്ക് കിട്ടും. എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. എനിക്ക് മാത്രം ഇപ്പോഴും ഞാൻ അറിഞ്ഞു തന്നെ, മുമ്പേ അറിയാതെ പെട്ട് സുധിയേട്ടൻ്റെ കണ്ടറിഞ്ഞ് ഇത് ഉണ്ടാക്കാൻ പഠിച്ച്. അപ്പോൾ ഇത് തന്നെ ഇങ്ങനെ പതിയായി ഇത് തന്നെ ഇതിൽ നിന്ന് ഇത് ഹോപ്പറിലോട്ടും, ഹോപ്പർ ഇതിനകത്ത് ആ പൂടും അതിട്ടിട്ട് നേരെ നമുക്ക് ഈ ബോൺവിലായിട്ടിട്ടു. ഇത്രയുള്ളത് പരിപാടി. അപ്പോൾ നമുക്ക് നമ്മളവിടെ കൊണ്ട് ട്രേഡ് ചെയ്തിട്ട് വരാം. മക്കളെ അയൺ ട്രേഡ് ഞാൻ ഇപ്രാവശ്യം കുറേ സാധനങ്ങൾ കൊണ്ടുവന്നിരിക്കണേ. കുടയുണ്ട്, മാങ്ങാത്തൊലിയുണ്ട്, തേങ്ങാക്കൊലയുണ്ട്. അപ്പോൾ ഇവന്മാരുടെ ഞാൻ ഇങ്ങനെ ഈ ഫുൾ അയൺ ട്രേഡ് ചെയ്യട്ടാ. ഞാൻ ഇവിടുത്തെ വരെയും ഇവിടുത്തെ വില്ലേജസും അവിടുത്തെ വില്ലേജസിനെ ഞാൻ ട്രേഡ് ചെയ്തു. എനിക്ക് ഏകദേശം ഇത്ര സ്റ്റാക്ക് 2 സ്റ്റാക്ക് എമറാൾഡ്, ബാക്കി ഇത്ര സ്റ്റാക്കായും മിച്ചമുണ്ട്. ഇപ്പോൾ ഇവന്മാർ റീസ്റ്റോക്ക് ചെയ്ത് കാണുമോ? ഇവനല്ല, സോറി ഇവനല്ലേ. റീസ്റ്റോക്ക് ചെയ്ത് പെട്ടെന്ന് റീസ്റ്റോക്ക്. അടുത്ത ഞാൻ എന്തായാലും ഒരു ബുക്കിൽ എഴുതിയെടുക്കുന്നുണ്ട് ആവശ്യമുള്ള. ഫസ്റ്റ് ഉണ്ടായിക്കഴിഞ്ഞ് ബുക്കിൽ എഴുതിയെടുക്കുക, അതാണ് നല്ലത്. ബ്രീഡർ ഫാം അങ്ങനെ നമുക്ക് രണ്ടാമതൊരു ബ്രീഡർ ഫാം ഉണ്ടാക്കണോ എൻജോയ്മെൻറ്റിന് വേണ്ടി? കാര്യം വില്ലേജർ വീഴണ്ടേ. കാണുമോ ഞാൻ AFK പോയെന്ന് തോന്നുന്നു. എടാ ഈ ഞാൻ ആ മണ്ടക്ക് AFK ഇവിടെ AFK ആയാ മതി. ഇത് ഇത്രയും മതി. ഇവിടെ റെയിലിട്ട് നമുക്ക് സെറ്റാക്കാം. നമ്മുടെ മറ്റേ അവയിൽ ചെയ്ത പോലെ. എന്തുമാതിരി വില്ലേജസാടാ. നീ ഇതാവും എന്താ പറയുന്നത്, എൻ്റെ പണി അവരൊക്കെ എൻ്റെ പണി ചെയ്യാൻ പോകുന്ന അസിസ്റ്റൻറ്റുമാർ തന്നെ. പുതിയതായിട്ട് നമുക്കത് ഈ ഒരു സ്ഥലത്ത് പണി ചെയ്യാം. ഈ ഒരു സ്ഥലത്ത് നമ്മുടെ എൻജോയ്മെൻ്റ് ഒക്കെ ട്രൈ 2 3 4 ഇങ്ങനെ മൈൻഡ് ചെയ്ത് പോകണം. അപ്പം ഞാൻ റീപ്ലേ നമ്മൾ ഓണാക്കിയിട്ട് ചെയ്യാം. ഫിനിഷ് ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വില്ലേജസിനെ കൊണ്ടിട്ട് ഇവിടെ ലീബറിനാക്കണം. ഇത് 20 വില്ലേജസ്, മാക്സിമം 20 വില്ലേജസ് ഇതിൻ്റെ അകത്ത് പറ്റും. 20 മതിയെന്നാണ് എനിക്ക് തോന്നുന്നത്. അത്രയും ചെയ്മെൻ്റേ ഉള്ളെന്ന് തോന്നുന്നു. ഇനി വേണമെങ്കിൽ നമുക്ക് അങ്ങോട്ട് എക്സ്റ്റെൻഡ് ചെയ്താക്കാം. ഇനി മിച്ചം വല്ല വരുവാണെങ്കിൽ അതിൻ്റെ അകത്ത് വേറെ വില്ലേജസിനെ കൊണ്ടിടാം. നിരുവണ്ണ ഉണ്ടായിട്ടുണ്ട്, തികയുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ. ബൈ ബൈ.